ലോകത്ത് തന്നെ വളരെ മാതൃകയായ ഒരു പദ്ധതിയാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി. ലൈഫ് മിഷൻ പദ്ധതിയിൽ 4 ലക്ഷം രൂപയാണ് വീട് വയ്ക്കുവാൻ ലഭിക്കുന്നത്. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 ദിവസത്തെ തുക കൂടി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വളരെയേറെ ആനുകൂല്യങ്ങൾ ഇതുകൂടാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് 2.25 ലക്ഷം രൂപ നൽകുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ PMAY പദ്ധതിയാണ്. PMAY പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നഗരപ്രദേശങ്ങളിൽ വീട് വയ്ക്കുന്നതിന് 1.5 ലക്ഷം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 78,000 രൂപയുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വീട് വെക്കുക, ഒരു ഷെഡ് പോലും അടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്ന 4 ലക്ഷം രൂപ കൊണ്ട് പോലും നമുക്ക് ഒരു വീട് വെക്കുവാൻ പറ്റിയില്ല. 420 സ്ക്വയർ ഫീറ്റ് വീടാണ് ലൈഫ് പദ്ധതിയിൽ നമുക്ക് വെക്കാൻ കഴിയുന്നത്. അതുപോലും വെക്കണമെങ്കിൽ ഈ 4 ലക്ഷം രൂപ തികയത്തില്ല. അപ്പോഴാണ് നമുക്ക് കേന്ദ്ര സർക്കാർ നഗരപ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 78,000 രൂപയും നൽകുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ PMAY പദ്ധതിയിൽ ഉൾപ്പെടുന്നവർക്ക് ബാക്കി തുക, ഇപ്പോൾ 1.5 ലക്ഷം രൂപ നഗരപ്രദേശങ്ങളിൽ ലഭിക്കുന്നവർക്ക് ബാക്കി 2.5 ലക്ഷം രൂപ കൂടെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടെ ചേർന്ന് നൽകി 4 ലക്ഷം രൂപയാക്കിയാണ് ആ പദ്ധതിയും പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ PMAY പദ്ധതി ഉൾപ്പെടുന്ന ആളുകൾക്ക് ബാക്കി 3,22,000 രൂപ, ആ തുക കൂടി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതവും എല്ലാം കൂടെ ചേർത്താണ് 4 ലക്ഷം രൂപയാക്കി നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് എന്തെല്ലാം അർഹതാ മാനദണ്ഡമാണ് വേണ്ടത്, ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കുറേ ആൾക്കാർ നമ്മുടെ ചാനലിൽ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റ് വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യുമ്പോഴും അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ലൈഫ് പദ്ധതിയിൽ എപ്പോൾ അപേക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളൊക്കെയാണ് കൂടുതലും കമൻ്റായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമ്മൾ പറയുന്നത് അർഹതാ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് ആദ്യം ഞാൻ പറയുന്നത്. ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെ ഒറ്റ കുടുംബമായി പരിഗണിച്ച് ഒരു ഭവനത്തിന് മാത്രമായി പരിഗണിക്കും. അതായത് ഭൂമിയുള്ള ഭവനരഹിതർക്ക് എന്തൊക്കെ മാനദണ്ഡമാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. നിലവിൽ റേഷൻ കാർഡുള്ള കുടുംബമായിരിക്കണം. ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരാൾക്ക് പോലും ഭവനം ഇല്ലാത്തവരും ആകണം. എന്നാൽ ഈ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനും ഇളവുണ്ട്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെട്ട കുടുംബങ്ങളിൽ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ, നമുക്കറിയാം ഒരു വീട്ടിൽ ഒരാൾക്ക് ആ കുടുംബം എഴുതി വച്ചിരിക്കുന്നു, ബാക്കി പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വീടും വസ്തുവും ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയും. ഒന്നിൽ കൂടുതലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗമായിരിക്കണം, അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി വിഭാഗമായിരിക്കണം. ഇവർക്കാണ് ആ ഒരു ഇളവുള്ളത്. അടുത്തതായിട്ട് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിര ജോലിക്കാരോ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നവരോ ആയ അംഗങ്ങൾ ഉള്ള കുടുംബങ്ങളെ ഒഴിവാക്കും. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കാൻ കഴിയില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ 25 സെൻറ്റിലോ
മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് 5 സെൻറ്റിലേറെയോ ഭൂമി സ്വന്തമായിട്ടുള്ള കുടുംബങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് ഈ ഭൂമിയുടെ പരിധി, അതായത് നമുക്ക് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ 25 സെൻറ്റ് എന്നുള്ളത് അത് നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗമോ മത്സ്യത്തൊഴിലാളിയോ ആണെങ്കിൽ അതൊരു ബാധകമല്ല. ആ ഭൂമിയുടെ പരിധി ബാധകമല്ല. അതിൽ കൂടുതലുണ്ടെങ്കിലും അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ 5 സെൻറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള വിഭാഗത്തിനുള്ള ഒരു മാനദണ്ഡം. അതിൽ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് അതിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തതായിട്ട് ഉപജീവന തൊഴിൽ ഉപാധി എന്ന നിലയ്ക്കല്ലാതെ 4 ചക്ര വാഹനം സ്വന്തമായുള്ള കുടുംബങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ നമുക്കൊരു കാറുണ്ട്. ആ കാറ് ഓടിച്ചാണ് നമ്മുടെ വീട്ടിലെ വരുമാനം. ഒരു ടാക്സി ആയിട്ട് നമ്മൾ സ്വന്തം പേര് ഒരു ടാക്സി കാറുണ്ട്. നമുക്കതൊരു വരുമാന മാർഗ്ഗം, നമ്മുടെ ഉപജീവനത്തിനായിട്ടുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല. അല്ലാതുള്ള വാഹനങ്ങളുള്ള ആളുകൾക്ക്, 4 ചക്ര വാഹനങ്ങളോ അതിൽ കൂടുതലോ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല. അവകാശികൾക്ക് വസ്തു ഭാഗം ചെയ്ത സാഹചര്യത്തിൽ സ്വന്തം പേരിൽ സാങ്കേതികമായി ഭൂമിയില്ല എന്ന കാരണത്താൽ ഭൂരഹിതരായവർ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റുകയില്ല. അതായത് നമുക്കറിയാം, ചിലർ അവരുടെ മക്കൾക്കൊക്കെ ഭൂമിയെല്ലാം വീതം വെച്ച ശേഷം മാതാപിതാക്കൾ വീണ്ടും അപേക്ഷിക്കുകയാണ് പദ്ധതിയിലേക്ക്. അതായത് സ്വന്തം കാര്യങ്ങളെല്ലാം മറ്റു മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെയുള്ള പദ്ധതികളിൽ ലഭിക്കും എന്ന നിലയിൽ അതിനായിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഇതിന് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ജീർണിച്ചതും അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കാൻ പറ്റാത്തതുമായ ഭവനങ്ങൾ. അതായത് പഴയ മൺഭിത്തി, കൽഭിത്തി, ടാർപോളിൻ, ഷീറ്റ്, തടി എന്നിവ കൊണ്ട് നിർമ്മിച്ച ഭിത്തിയുള്ളതും ഷീറ്റ് എന്നിവയോടുകൂടിയ മേൽക്കൂര ഉള്ളതുമായ ഭവനങ്ങളെ ജീർണിച്ചതും വാസയോഗ്യമല്ലാത്തതുമായ ഭവനങ്ങൾ എന്ന വിഭാഗത്തിൽ പരിഗണിക്കാവുന്നതാണ്. നിർവഹണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന എഞ്ചിനീയർ ഈ ഭവനത്തിൻ്റെ വാസയോഗ്യത സംബന്ധിച്ച് ഒരു സാക്ഷ്യപത്രം കൂടി നൽകേണ്ടതാണ്. അങ്ങനെയുള്ളവരെയാണ് ജീർണിച്ച അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കാൻ പറ്റാത്ത ഭവനങ്ങൾ ഉള്ളവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് ഭൂമിയില്ലാത്ത ആളുകളാണ്. ഈ മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളോടൊപ്പം തന്നെ സ്വന്തമായി ഭൂമിയില്ലാത്ത ആളുകൾക്ക് റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളുടെ പേരിൽ ഭൂമിയില്ലാത്തവർ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങളുടെ മൊത്തം പേരിലും കൂടി 3 സെൻറ്റ് കുറവ് ഭൂമിയുള്ളവർ. അതായത് ചിലപ്പോൾ നമുക്ക് ഭൂമി ഇല്ലാത്തവരുടെ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ ആ റേഷൻ കാർഡ് ഉൾപ്പെട്ട ആളുകൾക്ക് ഒരു 3 സെൻറ്റിൽ താഴെ ഭൂമി കിട്ടുകയുള്ളൂ. ഒരപ്പോൾ 5 സെൻറ്റുണ്ട്, 5 സെൻറ്റിൽ 3 പേരുണ്ട്. അത് പ്രായപൂർത്തിയായ 3 പേരുണ്ട്. അവർക്ക് വേണ്ടി അത് വീതിച്ച് കഴിഞ്ഞാൽ 3 സെൻറ്റ് വീതം അവർക്ക് ലഭിക്കുകയില്ല. 3 പേരുണ്ടെങ്കിൽ നമുക്കത് 9 സെൻറ്റ് വേണം. അത് വീതിച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റിൽ താഴെ ഈ ആളുകൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കാരണം അവർക്ക് ഭൂമി മൊത്തത്തിൽ വീതിച്ച് കഴിയുമ്പോൾ അവർക്ക് 3 സെൻറ്റിൽ താഴെ ഭൂമി മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ക്ലേശ ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മുൻഗണന ലഭിക്കാൻ വേണ്ടി കുറച്ച് ക്ലേശ ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരോ അന്ധരോ ശാരീരിക തളർച്ച ബാധിച്ചവരോ ആയ കുടുംബാംഗങ്ങൾ ഉള്ള കുടുംബം. അതിന് ഒരു രേഖ, അതായത് അത് തെളിയിക്കുന്നതിന് പ്രത്യേക രേഖ സമർപ്പിക്കണം. അത് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഡോക്ടറുടെ സാക്ഷ്യപത്രം. അടുത്തായിട്ട് അഗതി ആശ്രയ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മുൻഗണനയുണ്ട്. അവർ സമർപ്പിക്കേണ്ട രേഖ CDS ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രമാണ്. 40% അംഗവൈകല്യമുള്ള അംഗങ്ങളുള്ള കുടുംബം, അവർ മെഡിക്കൽ ബോർഡിൻ്റെ സാക്ഷ്യപത്രം സമർപ്പിക്കണം. ഭിന്നലിംഗക്കാർ, അതായത് നമുക്കറിയാമല്ലോ ഭിന്നലിംഗക്കാരെ കുറിച്ച് അറിയാം, അവർ സമർപ്പിക്കേണ്ട രേഖ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഗുരുതരമായ മാരക രോഗമുള്ള, അതായത് ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി തകരാറ് മൂലം ഡയാലിസിസ് വിധേയരാകുന്നവർ, പക്ഷാഘാതം തുടങ്ങിയവർ
ആയിട്ടുള്ള കുടുംബം, ഇങ്ങനെയുള്ള രോഗികൾ അംഗങ്ങളായിട്ടുള്ള കുടുംബത്തിന് മുൻഗണന ഉണ്ട്. സമർപ്പിക്കേണ്ട രേഖ എന്താണെന്ന് വെച്ചാൽ അത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അത് തെളിയിക്കുന്നതിന് സമർപ്പിക്കണം. അവിവാഹിതരായ അമ്മമാർ, കുടുംബനാഥയായിട്ടുള്ള കുടുംബങ്ങൾ സമർപ്പിക്കേണ്ട രേഖ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. രോഗമോ അപകടമോ കാരണം തൊഴിലെടുത്ത് ജീവിക്കാനാകാത്ത കുടുംബനാഥരായ കുടുംബങ്ങൾ സമർപ്പിക്കേണ്ട രേഖ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം. വിധവയായ കുടുംബനാഥയും സ്ഥിര വരുമാനമില്ലാത്ത അംഗങ്ങളുമുള്ള കുടുംബങ്ങൾ 25 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൺമക്കളുള്ള വിധവകളെ ഇതിനായിട്ട് പരിഗണിക്കുന്നതല്ല. അവർ സമർപ്പിക്കേണ്ട രേഖ വിധവ എന്ന് തെളിയിക്കാൻ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം, കൂടാതെ സ്ഥിര വരുമാനം ഉള്ളവർ ഇല്ലെന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം. ഇത്രയാണ് സമർപ്പിക്കേണ്ടത്. മറ്റൊന്ന്, HIV ബാധിതരായ അംഗങ്ങളുള്ള കുടുംബങ്ങൾ. രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെരിഫിക്കേഷൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. HIV ബാധിതരായിട്ടുള്ള ആളുകളുടെ വെരിഫിക്കേഷൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അർഹതാ മാനദണ്ഡങ്ങളും അനർഹരായിട്ടുള്ളവരുടെ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്, നിങ്ങൾക്ക് ഈ ലൈഫ് പദ്ധതിയിൽ ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ സാധ്യമല്ല. കാരണം നമുക്കിത് നേരത്തെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 2016 മുതലുള്ള ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ നിന്ന് പരമാവധി ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ 2018-19 പ്രളയവും കോവിഡും എല്ലാം വളരെ രീതിയിൽ സാമ്പത്തികപരമായിട്ട് സർക്കാരിനെ തകർത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പദ്ധതിയിൽ ചെറിയ കാലതാമസം ഇടയ്ക്ക് ഒരു 2018, 19, 20, 21 ഈ ഇത്രയും വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. 4 വർഷം നമുക്ക് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പദ്ധതിയിൽ. എങ്കിലും ഇപ്പോൾ 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളുടെ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി ഏകദേശം എനിക്ക് എൻ്റെ ഒരു അറിവിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും ഈ പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വെളിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ കൊടുത്ത് ഏകദേശം ഒരു 1-2 ലക്ഷം പേർ കൂടെ കൊടുത്ത ശേഷം മാത്രമേ ഈ പദ്ധതിയിൽ പുതുതായിട്ട് അപേക്ഷ സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ. എങ്കിലും ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ അവസാന വർഷം, ഈ അടുത്ത വർഷമാണ് അത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ പുതിയ അപേക്ഷ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ പുതിയ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും സ്വീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ അപേക്ഷ സ്വീകരിച്ച സമയത്തെ മാനദണ്ഡങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ പുതിയ രീതി വരുമ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് അർഹത ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ടായിരിക്കും അടുത്തതായിട്ട് ഈ പദ്ധതിയിലേക്കിട്ട് അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിലവിലിപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നില്ല. അപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ അപേക്ഷിക്കാം, ആർക്കെല്ലാം അപേക്ഷിക്കാം, ഏത് രീതിയിൽ അപേക്ഷിക്കാം, പിന്നീട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ കണ്ടവരെല്ലാം ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ കുറച്ച് വലുതായിപ്പോയി, കാരണം നിങ്ങളെ കാര്യങ്ങളെല്ലാം അറിയിച്ച് വരുമ്പോൾ കുറച്ച് വീഡിയോ വലുതായിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഇതൊരു 3-4 വീഡിയോ ആയിട്ട് കുറച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾ പറയും ഞാൻ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ സംസാരിക്കുന്നു ആവശ്യമില്ലാന്ന്. പക്ഷേ അങ്ങനെ വിശദീകരിച്ച് സംസാരിക്കുന്നത് ആളുകൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകട്ടെ എന്ന രീതിയിലാണ്. അല്ലാതെ ഒരു അറിയിപ്പ് വീഡിയോ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാകണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ കഴിവതും നമുക്കറിയാം, ലിസ്റ്റ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കാലതാമസമുണ്ട്, ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. ലിസ്റ്റ് വന്ന് പിന്നെ അത് ഓരോരുത്തർക്കും മുൻഗണനാക്രമത്തിലൊക്കെ ആയിരിക്കും വീട് അനുവദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി അർഹതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. അർഹതയില്ലാത്തവർ പരമാവധി ഒരു വീട് വെക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ തന്നെ സ്വയം ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട പല ആൾക്കാരും വീട് ലഭിച്ച ശേഷം വലിയ വീടുകൾ ഉള്ള ആൾക്കാർ പലരും വെളിയിൽ നിൽക്കുമ്പോഴാണ് അർഹതയില്ലാതെ ലഭിച്ചെന്ന് തന്നെ പറയാം. 4 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ 10-20 ലക്ഷം രൂപ മുടക്കി വലിയ വീടാക്കി നിർമ്മിക്കുന്നത്. അത് നമ്മൾ വീട് വലുതാക്കി ചെയ്യുന്നതിന് കുറ്റം പറയുന്നതല്ല. പക്ഷേ
പക്ഷേ അർഹതപ്പെട്ട പല ആളുകളും ഇപ്പോഴും വെളിയിൽ നിൽക്കുകയാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അർഹത ഉണ്ടെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം അപേക്ഷിക്കുക. ഓക്കെ.